GTലെ ഓരോ മൊഡ്യൂൾസിലും ഇമ്പോർട്ടൻസ് ആയ പ്രോബ്ലംസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിലത്തെ പ്രോബ്ലംസാണ് ഫസ്റ്റ് നോക്കുന്നത്. ഫസ്റ്റ് പ്രോബ്ലം തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് ഡ്രൈ യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുണ്ട്, വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അത് ഏതൊക്കെയാണ്? ഗാമ ഡി, അതുപോലെ ഇ, അതുപോലെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എസ്. ഈ മൂന്നെണ്ണമാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ വരുന്ന പ്രോബ്ലംസിനൊക്കെ നമുക്ക് കോമൺ ആയിട്ട് 3 ഇക്വേഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്നു. ഫസ്റ്റ് വൺ ഗാമ ഡി ഈക്വൽ ടു ഗാമ ഡിവൈഡഡ് ബൈ 1+W, ഫസ്റ്റ് ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ ഗാമ ഡി ഈക്വൽ ടു ജി ഗാമ ഡബ്ല്യു ഡിവൈഡഡ് ബൈ 1+E. മൂന്നാമത്തെ ഇക്വേഷൻ എസ് ഈക്വൽ ടു WG/E. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂൾസിലെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഡ്രൈ യൂണിറ്റ് വെയിറ്റാണ് കാണാൻ പറഞ്ഞത്. ഡ്രൈ യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഗാമ ഡി. അപ്പോൾ ഗാമ ഡിക്ക് നമുക്ക് 2 ഇക്വേഷൻസ് അറിയാം. ഈ 2 ഇക്വേഷൻസ് നോക്കാം. നമുക്ക് ഏതൊക്കെ വാല്യൂസ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് തന്ന വാല്യൂസ് നോക്കാം. ഏതൊക്കെ തന്നിരിക്കുന്നത്? വാട്ടർ കണ്ടൻറ്റ് ഫസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഡബ്ല്യു 10% തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്കിവിടെ 0.1 എഴുതി. പിന്നെ യൂണിറ്റ് വെയിറ്റ് ഗാമ എത്ര തന്നിട്ടുണ്ട്? 20 കിലോമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ 20 കൊടുത്തു. പിന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി ജി തന്നിട്ടുണ്ട് 2.7. ഇതിൽ പോയിൻ്റ് വരില്ല, അപ്പോൾ അതുകൊണ്ടാണ് പോയിൻ്റ് കാണിക്കാത്തത്. പിന്നെ നെക്സ്റ്റ് വണ്ണ് ഇത് മൂന്നും കണ്ടുപിടിക്കാനും പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇക്വേഷൻ. ഫസ്റ്റ് 2 ഇക്വേഷൻസ് ഉണ്ട്, 2 ഗാമാഡിൽ ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ അതിലെ ഫസ്റ്റ് ഇക്വേഷനിൽ ഗാമയും ഡബ്ല്യൂയും മാത്രം മതി. സെക്കൻഡ് ഇക്വേഷനിൽ ജിയും ഗാമയും 1+ഇയും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കാം. ഫസ്റ്റ് ഇക്വേഷൻ തന്നു. അപ്പോൾ ഗാമ ഡി ഈക്വൽ ടു ഗാമ ക്വസ്റ്റ്യൻ തന്നു ഗാമ 20 ഡിവൈഡഡ് ബൈ 1+W. ഡബ്ല്യു ക്വസ്റ്റ്യനിൽ തന്നിട്ട് 10% ആണെങ്കിൽ അപ്പോൾ നമുക്ക് 0.1 കൊടുക്കണം. 0.1 കൊടുക്കണം. അപ്പോൾ 0.1 കൊടുക്കുമ്പോൾ നമുക്കിത് ചെയ്യുമ്പോൾ സമയത്ത് കിട്ടും 18.18 kN/m³ എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റത്തെ കിട്ടി, ഗാമ കിട്ടി. രണ്ടാമത് ചോദിച്ചിട്ട് എന്താണ്? വോയിഡ് റേഷ്യോ ഡിഗ്രി സാച്ചുറേഷനും ഇയും എസ്സും ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്കൊരു വേറെ ഇക്വേഷൻ അറിയാം. ഏതാണ്? എസ് ഈക്വൽ ടു WG/E എന്നുള്ള ഇക്വേഷൻ അറിയാം. അതിൽ എസ്സും ഇയും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇനി വേറെ ഇക്വേഷൻ ഉള്ളത് ഗാമ ഡി ഈസ് ഈക്വൽ ടു ജി ഗാമ ഡബ്ല്യു ഡിവൈഡ് ബൈ 1+E. ആ ഇക്വേഷനിൽ ഏതൊക്കെയാണുള്ളത്? ആ ഇക്വേഷനിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ഏതൊക്കെ വാല്യൂസ് ഉണ്ട്? ഗാമ ഡി ഈക്വൽ ടു ജി ഗാമ ഡബ്ല്യു ഡിവൈഡ് ബൈ 1+E എന്നാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ആ ഇക്വേഷൻ ഇട്ട് എഴുതുമ്പോൾ ഗാമ ഡി ഈസ് ഈക്വൽ ടു ജി ഗാമ ഡബ്ല്യു ഡിവൈഡ് ബൈ 1+E. അപ്പോൾ അതിൽ ഈ മാത്രമേ നമുക്ക് അറിയാത്തുള്ളൂ, ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ അറിയാം. അപ്പോൾ എന്ത് ചെയ്യുക? ഇക്വേഷനിൽ വാല്യൂ എടുക്കാം. അപ്പോൾ ഗാമ ഡി നമ്മൾ കണ്ടുപിടിച്ചു. അതിൽ 18.18 കിട്ടി. ഈക്വൽ ടു ജി എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ എത്ര തന്നിട്ടുണ്ട്? സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ട് എത്ര? 2.7 തന്നിട്ടുണ്ട്. അപ്പോൾ 2.7 ഇൻറ്റു ഗാമ ഡബ്ല്യു എത്ര തന്നു ക്വസ്റ്റ്യനിൽ? ഗാമ ഡബ്ല്യു 10 തന്നിട്ടുണ്ട്. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 1+E. 1+E തന്നിട്ടുണ്ട്. അപ്പോൾ 1+E തന്നിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്തു? ഇതിൽ കൊടുക്കുമ്പോൾ നമുക്ക് അതിന് ഇ ആണ് അറിയാത്തത്. അപ്പോൾ എന്ത് ചെയ്യുക? ഇതിനെ അപ്പുറത്ത് കൊണ്ടുപോകാം. ഈ ഒരു 1+E എന്ത് ചെയ്യുക? ഇപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് ചെയ്യും? 1+E ഈക്വൽ ടു 2.7 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ ഇതിന് 18.18 ഇപ്പുറത്ത് വരും, താഴത്ത് വരും. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് തരും 1+E ഈക്വൽ ടു എത്ര ആൻസർ കിട്ടും? 1.49 ആൻസർ കിട്ടും. 1.49 ആൻസർ കിട്ടും. അതിൽ E ഈക്വൽ ടു എത്ര കിട്ടണം? 1.49 1.49 1 കുറക്കുമ്പോൾ എത്ര കിട്ടും? 0.49 കിട്ടും. അപ്പോൾ എന്നിട്ട് E കിട്ടി. ഇനി നെക്സ്റ്റ് എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. അപ്പോൾ നമ്മൾ ആ മൂന്നാമത്തെ ഇക്വേഷൻ എന്ത് ചെയ്യുന്നു? എസ് ഈക്വൽ ടു WG/E. എസ് ഈക്വൽ ടു WG/E. അപ്പോൾ അതിലെന്ത് ചെയ്യുന്നു? നമുക്കറിയാം ഡബ്ല്യു എത്ര അറിയാം? 0.1 ഇൻറ്റു ജി ക്വസ്റ്റ്യൻ വന്നിട്ട് 2.7 ഡിവൈഡഡ് ബൈ ഇ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ എത്ര കിട്ടി? 0.49 കിട്ടി. അപ്പോൾ 0.49 കൊടുത്തു. അപ്പോൾ കിട്ടുന്ന ആൻസർ എത്ര എഴുതും? 0.551 കിട്ടും. 0.551 ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് ആൻസർ എസ്സും കിട്ടി. അപ്പോൾ ഈ ഒരു മോഡൽ പ്രോബ്ലം ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് 2 വട്ടം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സെയിം പ്രോബ്ലം തന്നെ പഠിച്ച് ചെയ്ത് നോക്കി പഠിക്കാം കേട്ടോ.